ബി.ജെ.പി. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ, തിരുമല അനിലിന്റെ ആത്മഹത്യ ബി.ജെ.പിയെ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു. തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ച ആനന്ദ് കെ തമ്പിയും ആത്മഹത്യ ചെയ്തു. ബിസിനസ്സുകാരനാണ് ആനന്ദ് കെ തമ്പി. തൃക്കണ്ണാപുരം വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ പണ്ട് തൊട്ടേ സംഘപരിവാർ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ആനന്ദ് കെ തമ്പി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ ബി.ജെ.പി. അദ്ദേഹത്തെ കാലുവാരിയത് മാത്രമല്ല, മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കുകയും ചെയ്തു. തനിക്ക് പകരം നിയോഗിച്ച ആൾ മൺമാഫിയ കൊട്ടേഷൻ സംഘ തലവനാണെന്നാണ് ആനന്ദ് തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. വല്ലാത്തൊരു ആത്മഹത്യാക്കുറിപ്പാണത്. ആനന്ദ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിരുന്നു. ബി.ജെ.പി. അതിന് ആദ്യഘട്ടത്തിൽ സമ്മതം മൂളിയിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആനന്ദിനെ തകർത്തുകൊണ്ട് ബി.ജെ.പി. മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിക്കുകയായിരുന്നു. അതിൽ മനംനൊന്ത് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തു. ആനന്ദ് കെ തമ്പി ബി.ജെ.പി. തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വതന്ത്രനായി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ശിവസേനയിൽ ചേർന്ന് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ നടന്നിരിക്കുന്നത്. ശിവസേനയുടെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ആനന്ദ് തമ്പി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പക്ഷേ സംഘപരിവാറിൽ നിന്ന് പോയാൽ അവനെ പിന്നെ ജീവിക്കാൻ സംഘപരിവാർ സമ്മതിക്കില്ല. അത് സംഘപരിവാറിൻ്റെ ഒരു രീതിയാണ്. അത് സംഘപരിവാറിൻ്റെ ക്രൂരമായ നയമാണ്. എന്തായാലും സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം. മാത്രമല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന റിപ്പോർട്ടർമാരെ, വിവിധ ചാനലുകളിലുള്ള റിപ്പോർട്ടർമാരെ സംഘപരിവാറിന്റെ ഗുണ്ടകൾ വിലക്കിയതും ശ്രദ്ധേയം. ആനന്ദ് കെ തമ്പി പറയുന്നത് തൻ്റെ കയ്യിൽ നിന്ന് വരെ മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. തൻ്റെ കയ്യിൽ നിന്ന് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ പൈസ വാങ്ങിയിട്ടുണ്ട്. താൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സുകാരൻ എന്ന നിലയിൽ കൈമൈ മറന്ന് താൻ ബി.ജെ.പിയെ സഹായിച്ചു. ഇതൊക്കെയാണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. തലസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾക്ക് മണൽ മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. തിരുമല അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനം പിടിക്കാനൊരുങ്ങിയ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ. ഒരു കാര്യമുണ്ട്, ബി.ജെ.പി. പ്രവർത്തകൻ ആത്മഹത്യ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബി.ജെ.പി. പ്രവർത്തകൻ ബി.ജെ.പിക്കെതിരെ മിണ്ടിയാൽ അപ്പോൾ അവിടെ എത്തും സംഘപരിവാർ കേന്ദ്രങ്ങൾ. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഭാരത് ലൈവിൻ്റെ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, SP പ്രദീപ്. അദ്ദേഹം മരണപ്പെട്ടു. ആക്സിഡൻ്റാണോ കൊലപാതകമാണോ എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും അദ്ദേഹം ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടു. അവിടെ അപ്പോൾ എത്തിച്ചേർന്നതെല്ലാം ബി.ജെ.പി. പ്രവർത്തകരായിരുന്നു. അതിനോടൊപ്പം നമ്മുടെ തോക്കു ഗോപിയും എത്തിയിരുന്നു. അന്ന് തോക്കു ഗോപി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് CPM-കാർ മുൻകൂട്ടി ചെയ്ത ഒരു കൊലപാതകമായിരിക്കും. CPM-കാർക്ക് SP പ്രദീപിനെ കൊന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ തിരിച്ച് നമ്മുടെ തോക്കു ഗോപിയായ സുരേഷ് ഗോപിയോട് ചോദിച്ചത്. ബി.ജെ.പിയിൽ വീണോ പിന്നീട് കരകയറാൻ പ്രയാസമാണ്.
കരകയറാൻ വളരെ വളരെ പ്രയാസം. ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയും അതാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ സ്ഥിതി അതീവ പരിതാപകരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഇറങ്ങിത്തിരിച്ച BJPക്ക് കിട്ടുന്നതെല്ലാം ആത്മഹത്യയുടെ വാർത്തകൾ. ഒരുപാട് കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് ഒടുവിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ഒരു പ്രതീകം മാത്രമാണ്. സംഘപരിവാർ വളരെ വിശാലമായ ഒരു പ്രസ്ഥാനമാണ്. സംഘപരിവാറിൻ്റെ ശാഖകളിൽ അവർ പഠിപ്പിക്കുന്നത് ആദ്യം മുസ്ലിങ്ങളുടെ തലവെട്ടാനാണ്, രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകളുടെ മർമ്മം നോക്കി കുത്താനാണ്. ഇതൊക്കെ ശാഖയുടെ തലങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ആനന്ദാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ലജ്ജ തോന്നുന്നു സംഘപരിവാറിനോട്. പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം, എനിക്കറിയാം സംഘപരിവാറിൻ്റെ നിഗൂഢ അജണ്ടകൾ, സംഘപരിവാർ കേരളത്തിൽ കാണിക്കുന്ന താല്പര്യങ്ങൾ. ആനന്ദ് കെ തമ്പി അതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത്. അത് ഒരാഘോഷമാക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് താല്പര്യമില്ല. മറിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്ത കാരണങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഭയവിഹ്വലരാണ്. കാരണം RSSകാർ നിയന്ത്രിക്കുന്നു എല്ലാം. മാധ്യമങ്ങളെ പോലും കേട്ടിട്ടില്ല RSSകാർ. തിരുമലാലിൻ്റെ ആത്മഹത്യ നടന്നപ്പോൾ മാധ്യമപ്രവർത്തകർ അതേക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പൊട്ടിത്തെറിച്ചു പത്രപ്രവർത്തകരോട്. കാരണം അയാൾ ചാനൽ മുതലാളിയാണല്ലോ. മുതലാളിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മുതലാളി എന്നുള്ളത് മുതലാളി എന്ന് മനഃപൂർവ്വം ആക്കിയതാണ്. അയാൾക്ക് പൊട്ടിത്തെറിക്കാം, അയാൾക്ക് എന്തും ചെയ്യാം. പക്ഷേ അതല്ലല്ലോ കാര്യം. എന്തുകൊണ്ട് BJPക്കാർ കൂട്ടാത്മഹത്യയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്, എന്നതിൻ്റെ കാരണമാണ് പത്രപ്രവർത്തകർ ചോദിച്ചത്. അത് ചോദിച്ചപ്പോഴാണ് മലയാളി പൊട്ടിത്തെറിച്ചത്. അനന്തു എന്നൊരു പയ്യൻ ആത്മഹത്യ ചെയ്തിരുന്നു. അവൻ പറഞ്ഞത് RSS ശാഖയിൽ നടക്കുന്ന സ്വർഗ സംഭോഗ രീതികളെ കുറിച്ചാണ്. RSS ശാഖയിൽ നിന്ന് അവൻ നേരിട്ട പീഡനങ്ങളെ കുറിച്ചാണ്. ദയനീയമാണ് RSSൻ്റെ സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ. RSS എന്ന് പറയുന്ന സംഘടന ദേശീയ തലത്തിൽ വലിയൊരു സംഘടന ആയിരിക്കാം. പക്ഷേ ആ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ക്രൂരമായ നടപടിക്രമങ്ങൾ കണ്ട് പൊളിറ്റിക്സ് കേരള ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ഈ പയ്യൻ മരിച്ചപ്പോൾ ആ പയ്യൻ്റെ വീട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് അനുവാദമില്ല. CPMകാരാണ് ആ അനുവാദം കൊടുക്കാതിരുന്നതെങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ തുള്ളിച്ചാടിയേനെ. പക്ഷേ BJP ആണല്ലോ, RSS ആണല്ലോ അനുവാദം കൊടുക്കാത്തത്, RSS ആണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ വാർത്തയൊന്നും വന്നില്ല. എന്തായാലും ഈ പയ്യൻ്റെ ആത്മഹത്യക്ക് മുമ്പിൽ പൊളിറ്റിക്സ് കേരള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്തായാലും ആ ആത്മഹത്യയുടെ വിശദവിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു, അതിശക്തമായി തന്നെ.